ഒരു ഈസി തക്കാളി ചട്നി ഉണ്ടാക്കിയാലോ. എന്നിട്ട് ദോശയുടെ മേലെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കഴിക്കാം. എപ്പോഴും ചമ്മന്തിയും സാമ്പാറും ഒക്കെ അല്ലേ നമ്മൾ ദോശയുടെ കൂടെ കഴിക്കാറുള്ളത്. ഇനി ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കും. തക്കാളി ചട്നിക്ക് വേണ്ട ഐറ്റംസാണ് 3 തക്കാളി, 1 സവാള, 1 പച്ചമുളക്, ഒരു 5-6 വെളുത്തുള്ളി. ഈ ഐറ്റംസ് എല്ലാം ഒന്ന് നെടുകെ പിളർന്ന് വെക്കുക. അതായത് തക്കാളിയും സവാളയും ഒന്ന് നെടുകെ പിളർന്ന് വെക്കുക. ഇനി ഒരു പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിക്കുക. എന്നിട്ട് ഈ തക്കാളി, ഈ സവാള, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം ഇതിലേക്ക് ഇടുക. എന്നിട്ട് ഇടയ്ക്കൊന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഒരു 5-6 മിനിറ്റ് കൊണ്ടൊക്കെ കുക്കായി കിട്ടും. കുക്കായി കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് മസാല ഇടണം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് ഒന്ന് വഴറ്റുക. തക്കാളിയുടെ തൊലി റിമൂവ് ചെയ്യണമെങ്കിൽ റിമൂവ് ചെയ്തോളൂ കേട്ടോ, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് കായപ്പൊടി കൂടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യുക. ഇനി ഇത് തണുത്തിട്ട് ഒരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഒരു പാനിലേക്ക് ഒഴിച്ച് ഒന്ന് വറ്റിച്ചെടുക്കുക. ഇതിനകത്ത് വേണമെങ്കിൽ നമുക്ക് താളിച്ചിടാം. നമുക്ക് ആവശ്യത്തിന് എണ്ണ യൂസ് ചെയ്തിരിക്കുന്നതുകൊണ്ട് ഞാൻ താളിച്ചിട്ടില്ല. എന്നിട്ടിത് ദോശ ഗീ റോസ്റ്റിന് പോലെ ചുടുന്ന പോലെ ചുട്ടിട്ട് ഇതിൻ്റെ മേലെ ഈ തക്കാളി ചട്നി വെച്ച് നല്ലതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം മടക്കി ഗീയും ചേർത്ത് കഴിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ.